coconut oil. Satisfy your taste. എരുമേലി പേട്ടതുള്ളൽ ജനുവരി 12-ന് അമ്പലപ്പുഴ പേട്ട സംഘം എരുമേലിയിലേക്കുള്ള യാത്ര തുടങ്ങി. സന്നിധാനത്ത് മകരവിളക്ക് കാണാൻ എത്തുന്ന തീർത്ഥാടകർക്ക് കൂടുതൽ സൗകര്യങ്ങൾ ഒരുക്കുമെന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് വ്യക്തമാക്കി. സന്നിധാനത്തു നിന്നും ഡി ബിനോയ് തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. മകരവിളക്കുത്സവത്തിന് ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ അമ്പലപ്പുഴ സംഘം ഇന്ന് പത്തനംതിട്ട ജില്ലയിൽ പ്രവേശിച്ചു കഴിഞ്ഞിരിക്കുന്നു. വിവിധ ക്ഷേത്രങ്ങളിലുള്ള സ്വീകരണങ്ങൾക്ക് ശേഷമാണ് എത്തിയിരിക്കുന്നത്. നാളെ അല്ലെങ്കിൽ നാളെയോടുകൂടി എരുമേലിയിലേക്കുള്ള യാത്ര തുടങ്ങും. എരുമേലിയിൽ എത്തുന്ന സംഘം 12-ാം തീയതി അമ്പലപ്പുഴ സംഘത്തിന് വലിയ സ്വീകരണമാണ് ലഭ്യമാകുക. അന്ന് തന്നെയാണ് പ്രസിദ്ധമായ എരുമേലി പേട്ടതുള്ളലും. തൊട്ടു പിന്നാലെ ആലങ്ങാട്ട് സംഘവും എരുമേലിയിൽ എത്തിച്ചേരും. 12 നടക്കുന്ന എരുമേലി പേട്ടതുള്ളലിന് ശേഷം ഇരു സംഘങ്ങളും പരമ്പരാഗത കാനനപാത വഴി നേരെ സന്നിധാനത്തേക്ക് പുറപ്പെടും. തുടർന്ന് പമ്പയിലെത്തി പമ്പ വിളക്കും പമ്പ സദ്യയ്ക്കും ശേഷമായിരിക്കും ഇവർ സന്നിധാനത്തേക്ക് എത്തുക. മകരവിളക്ക് ദിവസത്തേക്കുള്ള എല്ലാ ഒരുക്കങ്ങളും ശബരിമല സന്നിധാനത്തും പമ്പയിലും നിലയ്ക്കലിലും എല്ലാം തന്നെ പൂർത്തിയായി കഴിഞ്ഞിരിക്കുന്നു. 12, 13 അതായത് ഈ മാസം 12, 13 തീയതികളാണ് ശുദ്ധിക്രിയകൾ നടക്കുക. ഇതിനുള്ള ഒരുക്കങ്ങളും അവസാന ഘട്ടത്തിലാണ്. 14-ാം തീയതി ആണ് മകരവിളക്കിന് മുന്നോടിയായിട്ടുള്ള ക്രമീകരണങ്ങളെല്ലാം തന്നെ വിലയിരുത്തിക്കൊണ്ട് മന്ത്രി ഉൾപ്പെടെയുള്ളവർ ശബരിമല സന്നിധാനത്ത് എത്തിച്ചേരും എന്ന് ആണ് നമുക്ക് അറിയുവാൻ കഴിയുന്നത്. അതേസമയം മകരവിളക്ക് കാണാൻ കഴിയുന്ന 11 സ്ഥലങ്ങൾ പത്തനംതിട്ട ജില്ലയിലുണ്ട്. ഇത് കൂടാതെ ഇടുക്കി ജില്ലയിലെ പുല്ലുമേട് ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിലും വിപുലമായ സംവിധാനങ്ങളാണ് ഒരുക്കുക. തീർത്ഥാടകരുടെ എണ്ണത്തിൽ ഏതെങ്കിലും കാരണവശാൽ കൂടുതലുണ്ടായാൽ അത്തരത്തിൽ അവർക്ക് സുരക്ഷ ഉറപ്പാക്കുന്നതിനുള്ള സംവിധാനങ്ങളും ഏർപ്പെടുത്തി കഴിഞ്ഞിരുന്നു. അങ്ങനെ വിപുലമായ സംവിധാനങ്ങൾ മകരവിളക്ക് കാണുന്നതിന് വേണ്ടിയുള്ള എല്ലാ സംവിധാനങ്ങളും സന്നിധാനത്തും ഒപ്പം തൊട്ടടുത്തുള്ള ഇടുക്കി ജില്ലയിലും എല്ലാം തന്നെ ഒരുക്കി കഴിഞ്ഞിരിക്കുന്നു. മകരവിളക്ക് കാണാനെത്തുന്ന തീർത്ഥാടകർക്ക് സുരക്ഷ ഒരുക്കുന്നതിന് വേണ്ടി പോലീസുകാരുടെ എണ്ണവും വർദ്ധിപ്പിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ വരും ദിവസങ്ങളിൽ 10-ാം തീയതി മുതൽ സ്പോട്ട് ബുക്കിങ്ങിന് നിയന്ത്രണമുണ്ട്. അന്ന് മുതൽ സ്പോട്ട് ബുക്കിംഗ് ഉണ്ടാവില്ല. അതേസമയം 13, 14, 15 തീയതികളിൽ വിർച്വൽ ക്യൂയുള്ള ബുക്കിങ്ങിനും നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. അത് തിരക്ക് നിയന്ത്രിക്കുന്നതിൻ്റെ ഭാഗമായി അങ്ങനെ എല്ലാ അർത്ഥത്തിലും ശബരിമല മകരവിളക്കിന് പൂർണ്ണമായും ഒരുങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. ശബരിമല സന്നിധാനത്തു നിന്നും സജിത് തറയിലിനൊപ്പം ഡി ബിനോയ്, കേരള വിഷൻ ന്യൂസ്. ഈ തീർത്ഥാടന കാലം തുടങ്ങി ഇതുവരെ പമ്പ KSRTC ഡിപ്പോയിലെ വരുമാനം 30 കോടി രൂപ കഴിഞ്ഞു.